ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കാര്യമായിട്ടാണ്. വേറൊന്നല്ല, നാഷണൽ ഹൈവേ ആയിട്ടും ടോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാര്യം പറയാനായിട്ടാണ്. കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി പകുതിയായപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിരുന്നു. വേറൊന്നുമല്ല, ആജീവനാന്തമോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ടോൾ തുക ഒന്നിച്ചടച്ച് നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇത് വന്നിരുന്നു. നമ്മളപ്പോൾ അതൊക്കെ പാടെ അവഗണിച്ച് കളിയാക്കി തള്ളി പുച്ഛിച്ച് വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇനി അങ്ങോട്ട് ഈ ടോൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. മുൻപുണ്ടായിരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റോഡ് പണിയുന്നു, അവിടെ ടോൾ പിരിക്കുന്നു, ആ പിരിഞ്ഞ് കിട്ടിയ തുക, അതായത് എത്ര രൂപ ചിലവായോ ആ തുക പിരിഞ്ഞ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇത്ര കാലാവധി, ഇത്ര വർഷത്തേക്കാണ് കൊടുക്കുന്നത്, ആ കാലശേഷമോ ആ ടോൾ പ്ലാസ പ്രവർത്തനം അവസാനിപ്പിക്കും, പിന്നീട് അത് പൊളിച്ചു കളയും. അങ്ങനെ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരുപാട് ടോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സർക്കാർ പറയുന്നത്, അങ്ങനെ ഒരു ടോൾ പ്ലാസ ഉണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്ത് നടത്തുമെന്നാണ് പറയുന്നത്. അതായത് ആ പണിത് ഏജൻസി പിരിവ് നിർത്തിയാലും സർക്കാർ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പറഞ്ഞിരിക്കുന്ന ന്യായം, ഇനി വരുന്ന കാലങ്ങളിലുള്ള പദ്ധതികൾ, റോഡും പാലവും ഒക്കെ പണിയാനായിട്ട് ഈ തുക ഉപയോഗിക്കാന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പണിയുന്ന റോഡിനും പാലത്തിനും ടോൾ ഉണ്ടാവും എന്നുള്ളത് വേറൊരു കാര്യം. അതുകൂടാതെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഏജൻസികൾ എത്ര തുക ചെലവാക്കിയെന്നും ഏജൻസികൾക്ക് എത്ര രൂപ പിരിച്ചു കിട്ടിയെന്നും ഓഡിറ്റ് നടത്താണ്ട് ഒരു ഉദ്ദേശവുമില്ല. അതായത് പൊതുജനം കഴുതയാണ്. പൊതുജനത്തിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അവർ എത്ര രൂപ ചെലവാക്കുന്നു അവർ ചെലവാക്കിക്കോട്ടെ. അത് എത്ര ഈ ഏജൻസികൾക്ക് പിരിഞ്ഞു കിട്ടിയെന്നോ ഈ പദ്ധതിക്കായിട്ട് എത്ര രൂപ ചെലവാക്കിയെന്നോ ഒരാളും അറിയരുത്. അതുകൊണ്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഇത് സർക്കാർ ഏറ്റെടുക്കുന്നു, അപ്പോഴും ഓഡിറ്റിംഗ് നടത്തണമെന്ന് നമ്മൾ പറയരുതല്ലോ. അതിനു വേണ്ടിയാണ്. ഇപ്പം ഉള്ള സർക്കാരെന്നല്ല, ഇനി അങ്ങോട്ടുള്ള സർക്കാരുകളും ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്തേക്ക്, ഇന്ത്യയിൽ മാത്രമായിട്ട് ഏതാണ്ട് 1000-ന് മുകളിൽ ടോൾ പ്ലാസകളുണ്ട്. രാജസ്ഥാനിൽ മാത്രം ഏതാണ്ട് 130-ന് മുകളിൽ ടോൾ പ്ലാസ, മഹാരാഷ്ട്രയിൽ 80-ന് മുകളിൽ, മധ്യപ്രദേശിൽ 90-ന് മുകളിൽ, ഈ അടുത്ത് കിടക്കുന്ന ആന്ധ്രാപ്രദേശിൽ 70-75, കേരളത്തിൽ 11 ടോൾ പ്ലാസകൾ. അതുകൂടാതെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ 66-ലും ടോൾ പ്ലാസകളുണ്ട്. അതുകൂടെ വരുമ്പോൾ ഈ 11 എന്നുള്ളത് ഇനിയും കൂടും. അപ്പം ഈ തുകയൊക്കെ നമ്മൾ പിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും വർഷങ്ങളോളം. ഇപ്പം ഒരു റോഡിലൂടെ ഒരു വർഷം ഒരാൾ 10 തവണ പോയെങ്കിൽ അവൻ 10 വർഷം പോയി കഴിഞ്ഞാലും വീണ്ടും പൈസ കൊടുത്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കണം. അതൊക്കെ എന്തൊരു ന്യായമാണ് ഇതിനൊക്കെ പറയാനുള്ളത്. ഇനി വരുന്ന റോഡുകളും പാലങ്ങളും പണിയാനായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുന്നത്. ആ റോഡും പാലവും പണിത് കഴിയുമ്പോൾ പറയും, ഇനി വരുന്ന റോഡും പാലവും പണിയാനായിട്ടാണ് പൈസ പിരിക്കുന്നത്. അതായത് ആജീവനാന്തം നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഈ നനഞ്ഞണം കുഴിക്കുക എന്നൊരു പഴയ ചൊല്ലില്ലേ, അതുപോലെ. അപ്പം ചെയ്യേണ്ട കാര്യം, ഇതിന് മുമ്പ് വന്ന അപ്ഡേറ്റിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ 3000 രൂപ കൊടുത്ത് ഒരു വർഷത്തേക്കുള്ള പാസ് എടുക്കുക, അല്ലെങ്കിൽ 30,000 കൊടുത്ത് ആജീവനാന്ത പാസ് എടുക്കുക. ആജീവനാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 10 വർഷത്തേക്കാണ് കേട്ടോ. ആജീവനാന്തം എന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, 10 വർഷത്തേക്കാണ്. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരും ഈ വണ്ടികൾ, ഒരു വണ്ടി തന്നെ 10 വർഷത്തേക്കൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൂടാതെ തന്നെ 15 വർഷത്തിന് മുകളിലുള്ള വണ്ടികൾക്കുള്ള പണി പുറകെ വരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഡൽഹിയിൽ പണി തുടങ്ങി കഴിഞ്ഞു. 15 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടികൾ പൊളിച്ചു കളയുന്ന പരിപാടി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ 15 വർഷത്തിന് മുകളിൽ എന്തായാലും ആരും വണ്ടി ഉപയോഗിക്കാറില്ല. പിന്നെ 10 വർഷത്തേക്ക് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു 30,000. ഇനി ഭാവിയിൽ ചിലപ്പോൾ 30,000 എന്നുള്ളത് 40,000 50,000 ആകും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, നാഷണൽ ഹൈവേ വഴി സ്ഥിരമായിട്ട് യാത്രയുള്ളവർ ഈ 3000 30,000 കൊടുത്തിട്ട് പാസ് എടുക്കുക. അല്ലെങ്കിൽ ഗഡ്കരിജി പറഞ്ഞ പോലെ ആജീവനാന്തം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. ഇനി അതുകൂടാതെ പുതിയൊരു കാര്യം കൂടെ വരുന്നുണ്ട്. UPI ബേസ്ഡ് ആയിട്ട് പൈസ പിരിക്കുന്ന ഒരു ഇടപാട് ഇനിയിപ്പോൾ വരുന്നെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നിലവിൽ നമ്മൾ ഫാസ്ടാഗ് വഴിയാണല്ലോ പിരിവ് നടത്തുന്നത്. ഇതിനിടയിൽ പറഞ്ഞിരുന്നു, ഫാസ്ടാഗ് മാറ്റിയിട്ട് GPS വെച്ച് നമ്മുടെ വണ്ടി എത്ര ദൂരം ഈ ഒരു ടോൾ റോഡിലൂടെ സഞ്ചരിച്ചു അതിനുള്ള തുക മാത്രമേ ഡിഡക്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിരുന്നു. അത് ഇതുവരെ നടപ്പായിട്ടില്ല. അടുത്തത് ഇപ്പോൾ വരുന്ന UPI ബേസ്ഡ് ആയിട്ട് പൈസ കട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ്. അതിനിടയിൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഈ ഫാസ്ടാഗിനെ ബന്ധിപ്പിക്കണമെന്നോ അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫാസ്ടാഗിൽ നമ്മൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ പോലും വണ്ടി പോകുന്നതനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടായിക്കൊണ്ടിരിക്കും എന്നൊരു നിബന്ധന വന്നിരുന്നു. എനിക്ക് തോന്നുന്നു UPI വെക്കുമ്പോഴും ഏറെക്കുറെ മിക്കവാറും അതുപോലെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നേരിട്ട് അക്കൗണ്ടിൽ നിന്നാണല്ലോ പൈസ പോകുന്നത്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പറ്റുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് വഴി പോവുക. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ 3000-ന്റെയോ 30,000-ന്റെയോ പാസ് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക.